ഹലോ, നീ എന്തിനാ എപ്പോഴും നാട്ടിൽ പോകണമെന്ന് പറയണേ? ഈ ചോദ്യം നമ്മൾ പ്രവാസികൾക്ക് അത്ര പുത്തരിയൊന്നും അല്ല അല്ലേ? പക്ഷേ എങ്ങനെയാ ഇപ്പോൾ ഇതിനൊരു മറുപടി കൊടുക്കുക? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഈ നാടും വീടും ഇവിടുത്തെ ഓർമ്മകളും. ഫ്ലാറ്റിലെ ഫിൽറ്റർ വെള്ളവും വില കൊടുത്ത് വാങ്ങുന്ന വെള്ളവും ഒക്കെ മാറി നമ്മുടെ വീട്ടിലെ നമ്മുടെ കിണറ്റിലെ ശുദ്ധജലത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എൻ്റെ സാറേ, അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. കണ്ടതെങ്കിലും ഈ സിനിമ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് ദാറ്റ്. ഐ തിങ്ക് യു ടു. പിന്നെ ചെറുതെങ്കിലും ചില കുട്ടി യാത്രകൾ, അതിൽ കിട്ടുന്ന 1000 ഓർമ്മകൾ, അതൊക്കെ ഒരു ജീവിതകാലത്തിലേക്ക് മൊത്തമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. യെസ്, എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ നാട്ടിൽ പോയ ഒരു അമ്പലത്തിൽ പോക്ക് അത് മസ്റ്റാണ്. അടുത്ത വരവ് വരേക്കും ഒപ്പം ഉണ്ടാകണേന്ന് പുള്ളിക്കാരനോടൊരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു മസാല ദോശ, അതും മസ്റ്റാണ്. ഈ ലോകത്തിൽ എവിടെ പോയാലും ഈവൻ എ ടു ബിന്ന് പോലും കിട്ടാത്ത ടേസ്റ്റാണ് നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു മസാല ദോശയ്ക്ക്. ഈ കോലൈസിനും കുൽഫിക്കും ഒക്കെ 1000 കഥകൾ പറയാനുണ്ടടോ. കുട്ടിക്കാലത്തിൻ്റെ നനുത്ത ഓർമ്മകൾ അത്രയുമുണ്ട് ഈ ഓരോ രുചിഭേദങ്ങളിൽ. അവിടെ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ കടയിൽ വന്ന് കണ്ട ടിന്നിലൊക്കെ കൈയിട്ട് വാരിയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇപ്പം ആട്ടെ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇനി എന്നാണാവോ ഇങ്ങനെയൊരു കൂടിച്ചേരൽ എന്നൊരു വിചാരമാണ് മനസ്സ് നിറയെ. പോകുന്നതിൻ്റെ അന്ന് വൈകുന്നേരം അത് വല്ലാത്തൊരു ഫീലാണ്. കയ്യിൽ കിട്ടുന്നതൊക്കെ പെറുക്കി തിന്ന് ഉപ്പിലിട്ടതും പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആസ്വദിച്ച് ആ ലാസ്റ്റ് മിനിറ്റുകൾ അവരോടൊപ്പം ചിലവഴിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വിങ്ങലാണ്. ഈ തിളയ്ക്കുന്ന കപ്പയ്ക്കും മീൻകറിക്കും നാവിന് മാത്രമല്ല കേട്ടോ, മനസ്സിൻ്റെ ആ ഒരു വിങ്ങലിനും കുറച്ച് ആശ്വാസമൊക്കെ തരാൻ പറ്റും. അതെ, ഇനിയിപ്പോൾ കാത്തിരിപ്പാണ് അടുത്ത അവധിക്കാലത്തിന് വേണ്ടിയിട്ട്, എല്ലാവരും ഒന്നുകൂടെ കൂടിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഇത്തിരി ദൂരെ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ജിപ്സി.